ആദി, നീ പേടിക്കണ്ട. നമ്മൾ തനിച്ചല്ലോ കിടക്കുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും കൂടിയല്ലേ. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ? അത് നുണയല്ലേ കല്യാണി? അച്ഛനും അമ്മയും 2 മുറിയിലല്ലേ ഉറങ്ങുന്നത്? അല്ലേ? അതെ. പക്ഷെ ആദിക്കുട്ടൻ്റെ കൂടെ അമ്മ കിടക്കില്ലോ, എൻ്റെ കൂടെ അച്ഛനും. അപ്പൊ ഞങ്ങള് തനിച്ചല്ലോ. അങ്ങനെ പോരാ. അച്ഛനും അമ്മയും മക്കളും ഒരു മുറിയിലല്ലേ കിടക്കേണ്ടത്? അങ്ങനെ കിടക്കുമ്പോ ബോധം എന്താ കരുതുക? ഇവരിൽ ആരെങ്കിലും ഒരാളെ പിടിച്ചാലും ആരും ചോദിക്കാൻ വരില്ല എന്ന്. അപ്പൊ ഉറപ്പായിട്ടും പിടിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗേ ഉള്ളൂ. എന്താ? കല്യാണിയും ആദിയും നിത്യാമ്മയും അച്ഛനും ഒക്കെ ഒരു മുറിയിൽ കിടക്കണം. അപ്പോ ഭൂതം ആ മുറിയിലേക്ക് വന്നാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ സത്യാണോ? സത്യം. പക്ഷെ ഒരു കാര്യമുണ്ട്. അങ്കിൾ ഇങ്ങനൊരു കാര്യം പറയുന്നത് മക്കൾ അച്ഛനോടും അമ്മയോടും ഒന്നും പറയാൻ പാടില്ല. അതെന്താ? പറഞ്ഞ ആരെങ്കിലും ഒരാളെ ഇന്ന് രാത്രി ബോധം ചോര കുടിച്ച് കൊല്ലും. മക്കൾക്ക് പേടിയായതുകൊണ്ട് അമ്മയും അച്ഛനും കൂടെ കിടക്കണമെന്ന് പറഞ്ഞാൽ മതി. അങ്കിള് മക്കളുടെ നല്ലതിന് വേണ്ടി പറയുന്നതല്ലേ. അച്ഛനും അമ്മയും മക്കളുടെ കൂടെ കിടക്കണ്ടേ? അതല്ലേ ശരി? അതെ. ആദിക്കുട്ട, നമുക്ക് അച്ഛനോടും അമ്മയോടും നമ്മുടെ കൂടെ കിടക്കണമെന്ന് പറയാം. ഞങ്ങള് പോട്ടെ എങ്ങളെ. ആദിക്കുട്ടന് നല്ല പേടിയുണ്ട്. അതെന്താ ഇപ്പൊ കല്യാണി മോൾക്ക് പേടിയില്ലേ? എനിക്കും ഉണ്ട്. ദൈവം ഭൂതത്തിനെ വരുത്തില്ലായിരിക്കും അല്ലേ? എനിക്കറിയില്ല. മക്കള് ചെല്ലേ. എല്ലാം ജീവനങ്ങളിലുള്ള തെളിവല്ലേ മക്കളെ? ജീവനങ്ങൾ ഇങ്ങനെ പതുക്കെ പതുക്കെ കഥയൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും മനസ്സിലൂടെ ഒന്ന് കേറിയിറങ്ങും. മധുര നൊമ്പരക്കാറ്റ്